ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇതേ കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ, പഴുത്ത ചക്കയായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ഇതേ ഞാൻ നന്നാക്കി അതിൻ്റെ ഇത് ഞെട്ടിയൊക്കെ കളഞ്ഞ് ഇതിൻ്റെ ഉള്ളിലത്തെ കുരു ഇല്ലേ, ആ കുരുവൊക്കെ എടുത്തിട്ട് ഇതേപോലെ 2 കഷ്ണാക്കിയിട്ട് ഈ ബോക്സിൽ എടുത്ത് വെക്കാട്ടാ. ഇതിപ്പോൾ അത്യാവശ്യത്തിന് കണ്ടമാനം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ കണ്ട. ഇത് ഈ ബോക്സ് പറഞ്ഞ വെള്ളത്തിൻ്റെ അംശം ഒന്നും പാടില്ല, നല്ല ക്ലിയർ ആയി നീറ്റായിട്ടുള്ള ബോക്സ് ആവണം. അങ്ങനത്തെ ഇത് ഇട്ട് വെച്ചിട്ട് നന്നായി എയർ കയറാണ്ട് അടച്ച് വെക്കുക. ഇത് അടച്ച് വെച്ച് ഫ്രീസറിൽ വെക്കുക കേട്ടോ. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ 1 മണിക്കൂർ മുപ്പാട് പുറത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ സാധാ പോലെ നമുക്ക് ഫ്രഷോട് കൂടി ചക്ക തിന്നാൻ പറ്റും കേട്ടോ. അതേപോലെ തന്നെ ഇതുകൊണ്ട് ഷേക്ക് ഉണ്ടാക്കാം, പിന്നെ നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം, ചക്ക പഴംപൊരി ഉണ്ടാക്കാം കേട്ടോ. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക ഷെയ്ക്കും ചക്ക പഴംപൊരിയും. പിന്നെ ഏട്ടനാണെങ്കിൽ ഇതൊന്നുമല്ല, ഏട്ടനത് കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇതേപോലെ നിങ്ങളും ഒരു ബോക്സിലാക്കി പഴുത്ത ചക്ക ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചാൽ കുറച്ച് നാളത്തേക്ക് നല്ല ഫ്രഷോട് കൂടി ഇരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയ്ക്കുള്ളൂ. എല്ലാവർക്കും ഗുഡ് ബൈ.